അവന് അത്രയും വിഷമം എന്താണ് ഉണ്ടായത്, അതാണ് മെയിൻ ഇതിന് കാരണമായിട്ട് ഞങ്ങളുടെ ഒരു നിഗമനം. നിതിൻ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, ചെറിയ കാര്യങ്ങളൊന്നും തളർന്നു പോണ ആളൊന്നുമല്ല. അവനൊരു ക്ലിയർ എയിം ഉണ്ടായിരുന്നു, എനിക്ക് ഡോക്ടർ ആവണം, അതാണ് അവന്റെ വിഷൻ. സോ അവൻ അങ്ങനെ ആരെങ്കിലും ഇപ്പൊ ഒരു ഹരാസ് ചെയ്തു എന്ന് വെച്ചിട്ടൊന്നും പോയി സൂയിസൈഡ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അപ്പൊ നമുക്കും അറിയണ്ടേ എന്തുകൊണ്ട് നിതിൻ പോയി സൂയിസൈഡ് ചെയ്തു. അവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഇല്ല, പ്രിൻസിപ്പൽ സാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും അക്കാഡമിക്കലി ആയാലും നമുക്ക് എന്ത് പ്രശ്നം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എന്താ കാര്യം എന്നുള്ള രീതിയിൽ ചോദിച്ചാവും. അതിനെപ്പറ്റി നമുക്ക് അറിയില്ല, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷേ അവന് അത്രത്തോളം എന്തോ വിഷമിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാതെ ഉണ്ട്. ഞങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിക്കാർക്കും പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസുകാർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുള്ളത് പോലീസുകാർ അതിനായിട്ട് നീങ്ങുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, ഹറാസ്മെന്റുകളും ടോർച്ചറുകളും, ഓരോ ആൾക്കാരെ കുറിച്ച് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതും, ഈ ഒരു കുട്ടിയെ വെച്ച് മറ്റു കുട്ടിയെ അടിപ്പിക്കുന്നതും എല്ലാ കാര്യവും ഞങ്ങൾ മൊഴിയായിട്ട് നൽകിയിട്ടുള്ളതാണ്. ക്ലാസ്സിൽ ജാതി അധിക്ഷേപം നടന്നിട്ടില്ല. ക്ലാസ്സിൽ നടന്നിട്ടില്ല. സ്റ്റാഫ് റൂമിൽ നടന്നോന്ന് ഞങ്ങൾക്ക് അറിയില്ല. സ്റ്റാഫ് റൂമിൽ ഞങ്ങൾ പോയിട്ടില്ല. അവൻ ഇതിനെ മാത്രം വിളിച്ചു. ഇല്ല, ക്ലാസ്സിൽ ജാതി അധിക്ഷേപം ഒന്നും നടന്നിട്ടില്ല. അല്ല, പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള എന്താ, ഈ ഓരോരോ ആവശ്യമില്ലാത്ത അലഗേഷൻസ് വെച്ചിട്ട് ഞങ്ങൾക്കെതിരെ നല്ലൊരു തെറി പറയലും ഒക്കെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാ തോന്നിയാസം വിളിച്ച് പറയാതിരിക്കുക. കാരണം ഞങ്ങൾക്ക് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ആൾക്കാർ ഓരോ കമന്റ് ഇടുന്നൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. അത് യൂട്യൂബ് ബ്ലോഗേഴ്സിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അത് നമ്മളെ ലൈഫാണ് പോകുന്നത്. ഞങ്ങൾക്ക് അത്ര രീതിക്ക് നല്ല വിഷമമുണ്ട് ഓരോ അലിഗേഷൻസ് ഇങ്ങനെ പറയുമ്പോൾ. അത് അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. കേൾക്കുന്നതും വായിക്കുന്നതൊക്കെ ഞങ്ങള് കാരണം അവൻ മരണപ്പെടാൻ കാരണം എന്ന് വരെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇത്രയും അവന് വേണ്ടി നീതി കിട്ടാൻ വേണ്ടി ഇത്രയും പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഈ വ്ളോഗേഴ്സ് എന്തിനു വേണ്ടി ഇങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഈ യൂട്യൂബിലത്തെ ഓരോ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ അത് കാണുന്ന ആൾക്കാരും ഈ ഓരോ ന്യൂസ് ചാനൽ, ഇപ്പൊ നിങ്ങളുടെ ചാനലിന്റെ കമന്റിൽ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഞങ്ങളിപ്പോ വീട്ടിൽ വന്നതിന് പോലും ഓരോ ആൾക്കാർ തെറി പറഞ്ഞ് പറയുന്നുണ്ട്.